प्यारे बच्चों, आज हम हबीब तनवीर द्वारा लिखित കാർത്തൂസ് നാമക ഏകാംഗിക സാരാംശം बताते हैं. ഇന്ന് നമ്മൾ കാർത്തൂസ് എന്ന ഏകാംഗിയുടെ സാരാംശമാണ് പറയുന്നത്. ഇത് എഴുതിയത് ഹബീബ് തൻവീറാണ്. देखो, वसीर अली द्वारा विरोध. गोरखपुर के जंगल में अंग्रेज़ी सेना का कैंप कर्नल कालिज के मार्गदर्शन में लगा हुआ था. वे वसीर अली को पकड़ना चाहते थे. वे लंबे समय से उसको नहीं पकड़ा पा रहे थे. सन 1799 का समय था जबकि भारत में अंग्रेज़ी सेना अपनी जड़ें जमा रही थी. अवध का नवाब सादत अली अंग्रेज़ों से मिल गया था. वसीर अली उसी खानदान का था, लेकिन वह अंग्रेज़ी व सादत अली का विरोध कर रहा था. വസീർ അലിയോടുള്ള ബ്രിട്ടീഷുകാരുടെ ആ വൈരാഗ്യത്തിൻ്റെയും വിരോധത്തിൻ്റെയും കഥയാണിത്. ആ വസീർ അലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് അംഗ്രേസ് സേന, ബ്രിട്ടീഷ് സൈന്യം ഗോരഖ്പൂർ ജംഗലിലാണ് അവർ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. അവിടെ കേണൽ കാലിജിൻ്റെ നേതൃത്വത്തിലാണ് വന്നിരിക്കുന്നത്. അവിടെ ഒരേ ഒരു ലക്ഷ്യം എന്നാന്ന് പറഞ്ഞാൽ വസീർ അലിയെ പിടിക്കുക. അതിനു വേണ്ടിയിട്ട് അവർ സൗദത്ത് അലിയുടെ, അവധിലെ നവാബായ സൗദത്ത് അലിയുടെ സഹായം അവർ ആ സൗദത്ത് അലിയുടെ മിത്രതയും കൂട്ടിയിട്ടുണ്ട്. കാരണം സൗദത്ത് അലിയുമായിട്ട് കൂട്ടുപിടിച്ചത് കൊണ്ട് ധാരാളം സാമ്പത്തിക ലാഭവും ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അപ്പോൾ ഈ സൗദത്ത് അലിക്കാണെങ്കിലും വസീർ അലിയോട് വൈരാഗ്യമുണ്ട്, ശത്രുതയാണ്. അപ്പോൾ അതുകൊണ്ട് സൗദത്ത് അലി വസീർ അലിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരായിട്ട് കൂട്ടുപിടിച്ചു. എന്നാൽ ഈ വസീർ അലിക്ക് ബ്രിട്ടീഷുകാരെ ഇവിടെ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നോക്കി निकलता. वसीर अली का व्यक्तित्व. जंगल के कैंप में कर्नल व लेफ्टिनेंट आपस में बात कर रहे थे. रात्रि का समय था. लेफ्टिनेंट कर्नल से सादत अली तथा वसीर अली के बारे में पूछ रहा था. कर्नल कालिज उसको वसीर अली के खानदान व अन्य बातों की जानकारी दे रहा था. सादत अली ने अंग्रेज़ों को अपना आधा राज्य व 10 लाख रुपये भेंट दिए थे. നമ്മൾ വസീർ അലിയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പറ്റി പറഞ്ഞാൽ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ പാരഗ്രാഫ് പറയുന്നത്. ഈ കാട്ടിൽ കേണൽ ക്യാമ്പ് അടിച്ചിരിക്കുന്ന കാട്ടിൽ ലെഫ്റ്റനൻറ്റും കേണലും കൂടി ഈ സാദത്ത് അലിയെ പറ്റി, വസീർ അലിയെ പറ്റി പറയുകയാണ്. രാത്രി സമയം ഇവർ രണ്ടും, ലെഫ്റ്റനൻറ്റും സാദത്ത് അലിയുടെ കാര്യവും മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്തെ കേണൽ കാലിജ് വസീർ അലിയുടെ വലിയ വീരതയെപ്പറ്റിയൊക്കെ പറയുന്നു. പിന്നെ അത് കൂടാതെ സാദത്ത് അലി ബ്രിട്ടീഷുകാരായിട്ട് കൂട്ടുപിടിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞാൽ തൻ്റെ രാജ്യത്തിൻ്റെ പകുതി അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇവർക്ക് ഇനാമായിട്ട് ഈ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിട്ടാണ് അവരുടെ കൂട്ട് പിടിച്ചിരിക്കുന്നത്. ഇസ്ലിയെ ബഹു ഉൻഗാ മിത്രത. അപ്പം അങ്ങനെ ഈ സാദത്ത് അലി ബ്രിട്ടീഷുകാരുടെ മിത്രമായിട്ട്, ഫ്രണ്ടായിട്ട് നിൽക്കുന്നു. वसीर अली सादत अली के भाई का लड़का था. वह उनका विरोध ही नहीं कर रहा था, अपितु उनके नाक में दम किए हुए थे. अंग्रेज़ उसको किसी प्रकार पकड़ना चाहते थे. कर्नल उसको ज़बास व खतरनाक बताता है. वे महसूस करते हैं कि वसीर अली एक बहादुर आदमी है. उन्हें संदेह था कि वसीर अली गोरखपुर के जंगल में छिपा है. वह उसी रास्ते नेपाल जाना चाहता है, इसलिए वे वहाँ के जंगलों की खाक छान रहे थे. लेकिन वसीर अली उनकी पकड़ में नहीं आ रहा था. അപ്പം വസീർ അലി ഒരു മിടുക്കനാണെന്ന്, ഒരു ശബാസ് ധീരനാണെന്ന്, ഒരു സാഹസികനായ ധീരനാണെന്ന്, സൈനികനാണെന്ന് ശരിക്കും നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അവർക്ക് എങ്ങനെയും വസീർ അലിയെ പിടിക്കണം. ആ വസീർ അലി പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം തന്നെ. അവർക്ക് മനസ്സിലായി ഈ ഇത്രയും ബഹാദൂറായിട്ടുള്ള, ഇത്രയും വീരനായിട്ടുള്ള ഈ ഇദ്ദേഹത്തെ പിടിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. ഇനിയും ഈ വസീർ അലി ഈ കാട്ടിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. ഇനി അതുവഴി അദ്ദേഹം നേപ്പാളിലേക്ക് കടന്ന് അവിടെ കാണും പോയിട്ട് അത് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഈ ബ്രിട്ടീഷുകാർ അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ കേണലും ലെഫ്റ്റനൻറ്റും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് അൻജാൻ ഘുഡ്സവാർ, ഒരു അറിയാത്ത ഒരു അപരിചിതനായിട്ടുള്ളൊരു കുതിരസവാരിക്കാരൻ്റെ വേഷം.
केरल में लेफ्टिनेंट की बातचीत के दौरान एक सिपाही ने उन्हें सूचित किया कि कोई व्यक्ति इधर आ रहा है। रास्ते में धूल उड़ती दिखाई दे रही है। कर्नल और लेफ्टिनेंट भी सतर्क होकर उस ओर देखने लगे। वह उन्हीं की ओर आ रहा था। उन्हें संदेह था कि कोई व्यक्ति हमें वसीर अली के बारे में बताने के लिए आ रहा होगा। वे उसका इंतज़ार करने लगे। वह व्यक्ति कैंप में पहुंचा और उसने कर्नल से मिलने की प्रार्थना की। कर्नल ने फौरन उसे अपने पास भेजने का आदेश दिए। वह कुटसवार था, जबास लग रहा था. അപ്പോൾ കേണലും ലെഫ്റ്റനൻ്റ് ഇതേപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഒരു ഭടൻ ഓടി വന്ന് പറയുന്നു, ആരോ കുതിരപ്പുറത്ത് വരുന്നുണ്ട്, പൊടിപടലങ്ങളെല്ലാം ഉയരുന്നുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധയോടെ നിൽക്കാനായിട്ട് കേണലും ലെഫ്റ്റനൻറ്റും പറയുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ ദൂരെ നിന്നിങ്ങനെ കുതിര ഓടിച്ചുകൊണ്ട് ഒരാൾ വരുന്നു, കുതിര സവാരിക്കാരൻ വരുന്നു. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കിനും ആ വ്യക്തി ഇവരുടെ ആ കൂടാരത്തിൻ്റെ നേർക്കാണ് വരുന്നത്. വന്നിട്ട് പറയുന്നു, എനിക്ക് കേണലിനോട് സംസാരിക്കണം, വസീർ അലിയെ പറ്റി പറയാനാണെന്ന് പറയുന്നു. ഉടനെ കേണൽ അദ്ദേഹത്തെ ക്യാമ്പിനകത്തേക്ക് വിളിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കേണലിനോട് തന്നെയാണ് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് കേണലും കുതിര സവാരിക്കാരനും കൂടി ക്യാമ്പിനുള്ളിലേക്ക് പോയിട്ട് സംസാരിക്കുന്നു. അങ്ങനെ കേണൽ സംസാരിച്ചിട്ട് ആ കുതിര സവാരിക്കാരൻ നല്ല മിടുക്കനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഇനി വസീർ അലിക്ക് വീരത എന്താണ്? വസീർ അലിയുടെ ആ ധീരത, അല്ലെങ്കിൽ അവർക്ക് ഖതർനാക്ക് അല്ലെങ്കിൽ ജബാസ് സിപ്പാഹിയാണെന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്നാണെന്ന് നമുക്ക് നോക്കാം. सवार कर्नल के पास गया। उसके साथ लेफ्टिनेंट व अन्य सिपाही भी थे। आगंतुक सवार ने एकांत में बात करने को कहा। कर्नल के आदेश से सभी बाहर चले गए। फिर वह युवक बोला कि इतनी बड़ी सेना व युद्ध सामग्री लेकर आप यहाँ क्या कर रहे हैं? അപ്പോൾ ആ കുതിര സവാരിക്കാരൻ വന്നിച്ച് പറഞ്ഞു, എനിക്ക് കേണലിനോട് തന്നെ സംസാരിക്കണം. ഉടനെ കേണൽ മറ്റേ സിപ്പാഹിയെ ലെഫ്റ്റനൻറ്റിനെ വെളിയിലേക്ക് വിടുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരുടെ പറയുകയാണ്. അപ്പോൾ വന്നയാൾ ചോദിച്ചു, എന്തിനാണ് ഇത്രയും വലിയ സൈന്യവുമായിട്ട് വന്ന് ഈ കാട്ടിൽ തമ്പടിച്ചിരിക്കുന്നത്? ഉടനെ കേണൽ പറഞ്ഞു, കേണലിനെ കഹാ ഹം വസീർ അലിക്ക് പകടന ചാഹത്തെ ഹെ. सवार ने कहा वह एक जबा सिपाही है, साथ ही कुछ कारतूस भी मांगे। कर्नल ने कारतूस मांगने का कारण पूछा तो उसने उत्तर दिया, वसीर अली को पकड़ने के लिए चाहिए. അപ്പോൾ ഉടനെ പറഞ്ഞ്, ഞങ്ങൾ ഇതേപോലെ വസീർ അലിയെ പിടിക്കാൻ വന്നതാണ്. ഉടനെ സവാർ പറഞ്ഞു, അങ്ങനെ ചുമ്മാ വന്നാലെ പിടിക്കാൻ പറ്റത്തില്ല, അയാളൊരു ഒരു ജബാസ് സിപ്പാഹിയാണ്. അപ്പം പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, ഞാൻ വസീർ അലിയെ പിടിക്കാൻ സഹായിക്കാൻ, എനിക്ക് കുറച്ച് വെടിയുണ്ടകൾ തരാമോ എന്ന് ചോദിക്കുന്നു. അത് അപ്പോൾ കേണൽ ചോദിച്ചു, എന്തിനാ വെടിയുണ്ട? അതാ വസീർ അലിയെ പിടിക്കാനാണെന്ന് പറഞ്ഞു. कर्नल ने उसको 10 कारतूस दे दिए. फिर कर्नल ने उसका नाम पूछा तो उसने कहा है मैं ही वसीर अली. അപ്പം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വസീർ അലിയെ പിടിക്കാനാണ്. അത് കേട്ട മാത്രമല്ല, ഒരു 10 വെടിയുണ്ടയാണ് കേണൽ വസീർ അലിക്ക് കൊടുത്തത്. അപ്പം വസീർ അലി ചോദിച്ചു, താങ്കളുടെ കേണൽ ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? അപ്പോൾ ഉടനെ ആ കുതിരക്കാരൻ ഉത്തരം പറയുന്നു, ഞാനാണ് വസീർ അലി. ये कहकर वह तुरंत बाहर आकर घोड़े पर सवार होकर चला जाता है. കേണൽ उसे देखता रह जाता है. ഞാനാണ് വസീർ അലി എന്ന് പറയുന്നു. അതും പറഞ്ഞിട്ട് കേണൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വസീർ അലി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു.